അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് മിനിമം 10ാം ക്ലാസ് ഉള്ളവരിൽ നിന്ന് മുൻപ് ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതായിരുന്നു. ഇതിന് മുൻപ് അഡ്മിറ്റ് കാർഡൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തതാണ്. സോ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ രീതിയിൽ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു ഉദ്യോഗാർത്ഥിക്ക് വന്നിട്ടുള്ള മെസ്സേജാണ്. ഡിയർ ആപ്ലിക്കൻ ഹോൾ ടിക്കറ്റ് ഓഫ് INCET ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റിൻ്റെ 01/2024 ഈസ് പബ്ലിഷ്ഡ് അറ്റ് നേവിയുടെ വെബ്സൈറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഉദ്യോഗാർത്ഥി എനിക്ക് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ബ്ലർ ചെയ്തിട്ട് അയച്ചു തന്നതാണ്. കൈൻഡ്ലി ഡൗൺലോഡ് ദി സെയിം ബൈ ലോഗിൻ ഇൻ ദി ഇന്ത്യൻ നേവി വെബ്സൈറ്റ്. ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിൽ നിങ്ങളുടെ കറക്റ്റ് സ്ഥലം അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സിറ്റി കാണിക്കുന്നുണ്ടാവും. പക്ഷേ ആ സിറ്റിയിൽ എവിടെയാണ് സ്ഥലമെന്ന് കാണിക്കുന്നില്ലെങ്കിൽ, കറക്റ്റ് ലൊക്കേഷനോ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഏകദേശം ഒരു 48 മണിക്കൂർ ആ ഒരു ടൈമിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടി അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ക്യാരി ചെയ്യേണ്ട ഒരു സാധനം കൂടി നേവി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതും കൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ തവണ സംഭവിച്ചതാണ്. ഇത്തവണ എല്ലാം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. എനിവേ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിൽ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. എനിവേ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇതുവരെ, അതായത് ഇതിൻ്റെ പരീക്ഷ മുമ്പ് വിളിക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. എന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ ഇതിൻ്റെ അപേക്ഷ, അതായത് ഇതിൻ്റെ പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പരീക്ഷാ സെൻറ്ററിൽ എത്തിയിട്ടാണ് ചിലവർക്ക് മെസ്സേജ് വന്നത് പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ. എനിവേ അത് നമുക്ക് വിടാം. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോയേ പറ്റൂ. അതായത് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വീണ്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ നേവിയുടെ അന്ന് എന്തോ ടെക്നിക്കൽ ഇറർ, അഡ്മിനിസ്ട്രേറ്റീവ് കാരണങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID എൻ്റർ ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ഷ കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കുന്നതാണ്. സോ അതിനായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി. ഇവിടെ ക്യാപ്ഷൻ എൻ്റർ ചെയ്ത് ഇവിടെ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. സോ ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ്. ഓൾറെഡി നമ്മളിത് ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്.